പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ജെൻസി കുട്ടികളോട് വല്ലാത്ത ഇഷ്ടമുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കാം, ബഞ്ചിങ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇന്നുണ്ട്. ഈ ഇരിക്കുന്ന ആരും പ്രേമിക്കുമ്പോഴോ ജീവിക്കുകയോ കൗമാരകാലത്തോ ഉള്ള വാക്കല്ല ബഞ്ചിങ് എന്ന് പറയുന്നത്. ബഞ്ചിങ് എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഒരു കളി നടക്കുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇരിക്കുന്നത് പോലെ എനിക്ക് ഈ പ്രേമം പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രേമിക്കാനുള്ള ഒരാളെ ഇരുത്തുന്ന ബെഞ്ചാണ് ബഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രേമത്തിനെ കാണുന്നുണ്ട് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ 110ാമത്തെ പേജിൽ ഞാൻ വളരെ കൃത്യമായിട്ട് അതിനുള്ള ഒരു 110, 111 ഞാൻ ഈ രാധയിലൂടെ കെട്ടുകഥ പോലെ തോന്നിയാൽ വിശ്വസിച്ചിടാൻ പണിയാണേൽ രാധയ്ക്കു ജൻസിയോട് ഉള്ളിനുള്ളിൽ സ്നേഹ ബഹുമാനം കൂടി വന്നു എന്ന് പറയുന്ന പോലെ എനിക്കും ജൻസിയോട് സ്നേഹ ബഹുമാനം കൂടുതൽ ഉള്ളൂ. കാരണം നമ്മളെ ഒളിച്ച് ചെയ്യുന്നത് അവര് വളരെ ഓപ്പണായിട്ട് ചെയ്യുന്നു. ഓപ്പണായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകളാണ്. ഈ രാധ ഇനി നമ്മൾ തൊടണ്ട പിടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചില സ്ഥലങ്ങളിൽ തൊടാനായിട്ട് കയ്യ് പോയി എന്ന് പറയുന്നുണ്ട്. നമ്മള് അനാവശ്യമായിട്ടുള്ള ചില വിലക്കുകളിലൂടെ മൂടി വെച്ച് വളരെ ഓപ്പണായിട്ട് പറയുന്നു. വളരെ ധീരതയുള്ള കുട്ടികള് എന്നുള്ളതാണ് ഇതിൽ തോന്നിയത്.